ഹായ്, ഇന്നിതാ ഒരു ഇരുമ്പ് ചട്ടി. ഈ ഇരുമ്പ് ചട്ടി മോൾഡായിട്ട് ഉപയോഗിച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഗാർഡൻ ഡെക്കോർ ഐഡിയ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെന്താ നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ അത് ആദ്യം നമ്മുടെ സിമെൻറ്റ് ചട്ടി എടുത്തിട്ടുണ്ട്, പരന്ന ചട്ടിയാണ്. അതിലേക്ക് നമ്മൾ ഈ എംസാൻഡ്, നനവുള്ള എംസാൻഡാണ് അത് നിറച്ചെടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് അമർത്തിയതിന് ശേഷം നമ്മൾ ടൈറ്റാക്കി നിറച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചട്ടിയിൽ എംസാൻഡ് നിറച്ചെടുത്തു. ഇനി ഇത് കമഴ്ത്തി നമുക്ക് ചട്ടിപ്പുട്ട് ചുട്ടെടുക്കണം ഇതേപോലെ. അപ്പോൾ ഇനി നമുക്ക് ചട്ടി എടുത്തു മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നടുഭാഗത്തായിട്ട് ഇതേപോലെ ഒരു മൂടി നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൗണ്ടിലുള്ള മൂടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് എംസാൻഡും സിമെൻറ്റും മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ 3 ചട്ടി എംസാൻഡിന് 1 ചട്ടി സിമെൻറ്റ് എന്ന രീതിയിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ചിരട്ടപ്പുട്ടിൻ്റെ സൈഡ് ഭാഗങ്ങളിലൂടെ സിമെൻറ്റ് തേച്ചെടുക്കാം. അപ്പോൾ മൂടിയുടെ റൗണ്ടിൽ, അതായത് മൂടി വെച്ചതിന് ചുറ്റും നമുക്ക് ഇതേപോലെ സിമെൻറ്റ് തേച്ചെടുക്കുക. അപ്പോൾ ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് കനത്തിലാണ് നമ്മളിത് തേച്ചെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ തേച്ചെടുത്തു, ഒരു ലെയർ നമ്മൾ തേച്ചെടുത്തു. അതിനുശേഷം നമ്മളിതാ ഇതേപോലെ നെറ്റ്, അതായത് കേജ് നെറ്റ് നമ്മൾ ഇതേപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിൽ നമ്മൾ റൗണ്ടിൽ വെച്ചെടുക്കുന്നു. അപ്പോൾ റൗണ്ടിൽ നെറ്റ് പീസുകൾ വെച്ചെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ രണ്ടാമത്തെ ലെയർ സിമെൻറ്റ് തേച്ചെടുക്കാം. അപ്പോൾ അതെല്ലാ ഭാഗവും നമ്മൾ നന്നായിട്ട് തേച്ച് മിനുക്കിയതിന് ശേഷം നമ്മൾ നടുഭാഗത്ത് വെച്ച മൂടി നമ്മൾ എടുത്തു മാറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് തേച്ച് മിനുക്കി എടുക്കാം. അപ്പോൾ അത് 4 ചട്ടികൾ നമ്മൾ ഇതേപോലെ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ആവട്ടെ. അപ്പോൾ ആ സെറ്റ് ആവുന്നതിന് മുമ്പ് നമുക്ക് മറ്റ് വർക്കുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. അപ്പോൾ ഇതേപോലെയുള്ള 4 നെറ്റ് പീസുകൾ നമ്മൾ ഇതേപോലെ റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പല ഉയരത്തിലാണ് നമ്മൾ എടുത്തത്, വ്യത്യസ്തമായ ഉയരത്തിലാണ്. അപ്പോൾ 4 ഉയരത്തിലാണ് നമ്മൾ 4 പീസ് ഇതേപോലെ റൗണ്ട് ചെയ്തെടുത്തത്. അത് നമ്മൾ ഒരു ചെറിയ കുഴി എടുത്തതിന് ശേഷം അതിൽ ഇതേപോലെ തുല്യമായ അളവ് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വെക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് അത് ഉറപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് സൈഡ് ഭാഗത്ത് കോൺക്രീറ്റ് ചൊരിഞ്ഞ് നമ്മൾ ആ നെറ്റ് പീസുകൾ, അതായത് നെറ്റ് റൗണ്ടുകൾ നമ്മൾ ഉറപ്പിച്ചെടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ നടുഭാഗത്ത്, അതായത് നെറ്റ് റൗണ്ടിൻ്റെ നടുഭാഗത്തായിട്ട് വേസ്റ്റ് കല്ലുകൾ നിറച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേസ്റ്റ് കല്ലിന് പകരം നമുക്ക് എന്ത് വേണമെങ്കിലും നിറച്ചെടുക്കാം. വേസ്റ്റ് കല്ലുകളോ അല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളോ ഒക്കെ നമുക്ക് ഇതേപോലെ നിറച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മളിവിടെ വേസ്റ്റ് കല്ലുകളാണ് നിറച്ചെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ പുറംഭാഗം നമ്മൾ ഇതേപോലെ പ്ലാസ്റ്റർ ചെയ്തെടുക്കുന്നുണ്ട്, അതായത് തേച്ചെടുക്കുന്നുണ്ട്.
ചെറിയ നെറ്റ് റൗണ്ടുകളൊക്കെ നമ്മൾ പാതി ഭാഗമാണ് കല്ല് നിറയ്ക്കുന്നത് ഉൾഭാഗത്ത്. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ നമ്മുടെ ചെടി വെക്കാനായിട്ടുള്ള മിക്സാണ് നിറയ്ക്കുന്നത്. അപ്പോൾ ചകിരിച്ചോറ് ചാണകപ്പൊടിയൊക്കെ ചേർത്ത മിക്സാണിത്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമുക്കിത് നിറച്ചെടുക്കാം. അപ്പോൾ അത് മുകൾ ഭാഗത്തേക്ക് നിറച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പുറംഭാഗം മുഴുവനായിട്ട് നമുക്ക് പ്ലാസ്റ്റർ ചെയ്തെടുക്കണം. വലിയ കുറ്റിയുടെ ഉൾഭാഗത്ത് 1/4 ഭാഗത്തോളം നമ്മൾ കല്ല് നിറച്ചെടുക്കുന്നുണ്ട്. പിന്നീട് അതിന് മുകളിലാണ് നമ്മൾ ഈ പോർട്ടിൻ മിക്സ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പുറംഭാഗം മുഴുവനായിട്ട് എല്ലാ കുറ്റിയുടെയും പുറംഭാഗം മുഴുവനായിട്ട് നമുക്ക് പ്ലാസ്റ്റർ ചെയ്തെടുക്കണം. അപ്പോൾ പ്ലാസ്റ്റർ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മുകൾ ഭാഗം നമ്മൾ ഇതേപോലെ മുകൾ ഭാഗത്ത് കുറച്ച് മടക്കി വെച്ചതിന് ശേഷം നമ്മൾ തേച്ച് മിനുക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 4 കുറ്റിയും നമ്മൾ തേച്ച് പ്ലാസ്റ്റർ ചെയ്ത് മിനുക്കിയെടുത്തു. ഇനി നമുക്കിത് ഒന്ന് സെറ്റായതിനു ശേഷം, അതായത് നമ്മൾ പ്ലാസ്റ്റർ ചെയ്തത് ഒന്ന് സെറ്റായതിനു ശേഷം നമ്മൾ, അതായത് സിമെൻറ്റ് മാത്രം കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ എല്ലാ കുറ്റിയുടെയും മുകളിൽ നമ്മൾ ഇതേപോലെ ബ്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ചട്ടികൾ എടുക്കുക. അതൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. 24 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ ഇതെടുത്ത് എംസാൻ്റെ ഒക്കെ നമുക്ക് വടിച്ച് മാറ്റിയതിന് ശേഷം നമുക്കിത് ഒരു 2 ദിവസം നമുക്കിത് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ അത് 2 ദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ചട്ടികളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അത് കമഴ്ത്തി നമ്മുടെ കുറ്റിയുടെ മുകളിൽ നമ്മൾ ഇതേപോലെ വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഓരോന്ന് എടുത്തതിന് ശേഷം അത് സിമെൻറ്റ് അപ്ലൈ ചെയ്ത്, അതായത് സിമെൻറ്റ് മാത്രം പേസ്റ്റ് രൂപത്തിലാക്കി അത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അത് എല്ലാ പീസുകളും, അതായത് ഇതേപോലെ കമഴ്ത്തി നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കുറ്റിയുടെ മുകളിൽ ഒട്ടിച്ച കുടകളൊക്കെ നന്നായിട്ട് സെറ്റാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 ദിവസം ഇത് നനച്ച് കൊടുക്കുന്നുണ്ട്. നനയൊക്കെ കഴിഞ്ഞതിന് ശേഷം 2 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിന്റ് അടിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലൊക്കെ ചെടികൾ വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവുന്ന ചെടികളാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വ്യത്യസ്തമായിട്ടുള്ള ഗാർഡൻ ഐഡിയ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.